ഗുഡ് ഈവനിംഗ്. 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. സംസ്ഥാനത്ത് പാമ്പ് ശല്യം രൂക്ഷം. കോഴിക്കോട് 2 ഇടങ്ങളിലായി 2 പേർക്ക് പാമ്പ് കടിയേറ്റു. താമരശ്ശേരിയിൽ ചെമ്പ്ര പുലിയാറക്കുന്ന സ്വദേശി ശില്പയ്ക്കും ഉള്ളേരിയിൽ പുതിയോട്ടിൽ സുധീഷിനുമാണ് പാമ്പ് കടിയേറ്റത്. ദിൽഷ വിജയൻ കോഴിക്കോട് വിവരങ്ങളുമായി ചേരുകയാണ്. ദിൽഷ, 2 പേർക്ക് കൂടി കോഴിക്കോട് ജില്ലയിൽ നിന്ന് പാമ്പ് കടിയേറ്റു എന്ന വാർത്ത പുറത്തുവരുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ദിൽന, ക്രിസ്റ്റീന, ഇന്ന് ഏകദേശം 7 മണിക്കും 7:30ക്കും ഇടയിലാണ് ഇത്തരത്തിൽ 2 ഇടങ്ങളിലായിട്ട് 2 പേർക്ക് പാമ്പുകടിയേറ്റ വിവരം പുറത്തു വരുന്നത്. അതായത് ഒന്ന് താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള ശില്പ എന്ന 20-കാരിക്കാണ്. വീട്ടുമുറ്റത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ പെൺകുട്ടി ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകാനായിട്ട് വീടിന് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു. ആ സമയത്ത് ടാങ്കിന് സമീപത്ത് നിന്നാണ് ഈ പാമ്പ് ഇഴഞ്ഞു വന്നത്. പെൺകുട്ടിയെ കടിക്കുകയായിരുന്നു. കൈക്കാണ് പരിക്കേറ്റത്. ഉടനെ തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആശങ്കപ്പെടാനില്ല എന്നാണ് നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന് ഉള്ളിയേരിയിലാണ്. പുതിയോട്ടിൽ സുധീഷ് എന്ന യുവാവിനാണ് വീട്ടുമുറ്റത്ത് വെച്ച് തന്നെയാണ് പാമ്പ് കടിയേറ്റിരിക്കുന്നത്. ഇയാളെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്ന സമയത്താണ് ഇത്തരത്തിൽ വീട്ടുമുറ്റത്ത് നിന്ന് പാമ്പ് കടി ഏൽക്കുന്നത്. ഉടനെ തന്നെ കാലുകൊണ്ട് കുടഞ്ഞ് പാമ്പിനെ ദൂരേക്ക് കളയുകയായിരുന്നു. ഈ കാൽ വിരലിനാണ് കടിയേറ്റിട്ടുള്ളത്. പാമ്പിനെ കണ്ടെത്താനായിട്ടില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം, രാവിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പെരുമ്പാമ്പിനെ കണ്ട അതേ സ്ഥലത്ത് തന്നെയാണ് ഉള്ളിയേരിയിൽ വെച്ച് യുവാവിനും ഇപ്പോൾ പാമ്പ് കടി ഏറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. 2 ഇടങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാമ്പ് കടി ഏറ്റ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലുള്ളവർ കുറച്ചധികം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വീടും പരിസരവും ഒക്കെ എപ്പോഴും നിരീക്ഷിക്കുക. ഇത്തരത്തിലുള്ള ഇഴജന്തുക്കൾ ഉണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കുക. കൂടുതൽ ജാഗ്രത പാലിക്കുക എന്നുള്ളത് കൂടിയാണ്. ചൂട് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നിലവിൽ 2 പേരുടെയും ആരോഗ്യസ്ഥിതി ആശങ്കപ്പെടാനില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, ദിൽഷ വിജയനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് 5 പേർക്കാണ് പാമ്പ് കടിയേറ്റ് ജീവൻ നഷ്ടമായത്. ഭീതി പരത്തി ജനവാസ മേഖലകളിൽ ഇന്നും പാമ്പുകൾ ഇറങ്ങി. കോഴിക്കോട് നാദാപുരത്ത് പാമ്പ് കടിയേൽക്കാതെ വിദ്യാർത്ഥി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആലപ്പുഴ കുട്ടനാട് സ്വദേശി ഇന്ദിരയെ ഇന്നലെ വൈകിട്ട് വീടിന് സമീപത്ത് വെച്ചാണ് മൂർഖൻ പാമ്പ് കടിച്ചത്. ഉടൻ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആന്റിവെനം നൽകിയെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. വീടിന് സമീപത്ത് 3 ദിവസം മുൻപ് മൂർഖൻ പാമ്പിനെ കണ്ടിരുന്നതായി ഇന്ദിരയുടെ മകൾ രശ്മി. ഇത് സ്ഥിരം ഇവിടെ ഉള്ള സാധനമാണ്. നല്ല പ്രായമായെന്ന് പറയാം. നല്ലപോലെ മൂത്ത ഒരു സാധനമാണ്. അമ്മ അടയാളം പറഞ്ഞു, മോനെ അന്ന് നമ്മൾ കണ്ട അതേ സാധനം തന്നെ. കാരണം അതിന്റെ വാലിന്റെ അറ്റത്തൊരു അടയാളം ഉണ്ട്. അത് തന്നെയാണ് എന്നെ കടിച്ചത്. എറണാകുളം കാലടിയിൽ പാമ്പ് കടിയേൽക്കാതെ പെൺകുട്ടി രക്ഷപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നു. വീട്ടുമുറ്റത്തെ ചെടിച്ചട്ടിക്കുള്ളിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് ചാടുകയായിരുന്നു. കോഴിക്കോട് നാദാപുരത്തും സമാന സംഭവം. സ്കൂട്ടറിന് സമീപത്ത് ഇഴഞ്ഞെത്തിയ പാമ്പിന്റെ കടിയേൽക്കാതെ വിദ്യാർത്ഥി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. കോട്ടയം കടനാട് പഞ്ചായത്ത് അംഗത്തിനും കായംകുളം എരുവയിൽ 15 വയസ്സുകാരിക്കും വയനാട് പടിഞ്ഞാറത്തറയിൽ യുവാവിനും പാമ്പ് കടിയേറ്റു. കോഴിക്കോട് ഉള്ളേരിയിൽ ജോലിസ്ഥലത്ത് പെരുമ്പാമ്പിനെ കണ്ടു ഭയന്ന തൊഴിലുറപ്പ് തൊഴിലാളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് കൂട്ടുപാതയിലെ വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ കണ്ടെത്തിയ മൂർഖൻ പാമ്പിനെ സർപ്പ വാളണ്ടിയർ എത്തി പിടികൂടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിലേക്കാണ്. ഇങ്ങനെ ചർച്ച തുടരുന്നതിനിടെ ഇതിനൊരു പരോക്ഷ മറുപടിയുമായി ഇന്ന് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിട്ടുണ്ട്. നേതാവായി ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവീണ ആളല്ല താൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. സൈക്കിളിൽ പോയി KSU പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ നേതാവാകും എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എറണാകുളത്ത് ദീവർ സ്മാരക അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഒരു ദിവസം നമ്മൾ സുപ്രഭാതത്തിൽ പൊട്ടിവിടുന്നൊന്നുമല്ല. നമ്മളൊക്കെ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലേക്ക് വന്ന നേതൃനിരകളാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ പഴയ തലമുറ എന്ന് പറയുന്നില്ല. ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ രംഗത്ത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയ നേതാവാകാം. അന്ന് കഷ്ടപ്പെട്ട് നടന്നു, മണിക്കൂറുകൾ നടന്ന് സ്കൂളുകളിൽ പോയി കേസ് ഉണ്ടാക്കി, സൈക്കിളിൽ പോയി കേസ് ഉണ്ടാക്കി. ഞങ്ങളൊക്കെ സൈക്കിളിൽ പോയിട്ടാണ്
KSU യൂണിറ്റുകൾ ഉണ്ടാക്കുന്നത്. അതേസമയം പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട രമേശ് ചെന്നിത്തല സോഷ്യൽ മീഡിയ പോരിൽ പ്രതികരിക്കാനില്ലെന്നും KPCC അധ്യക്ഷന്റെ നിർദ്ദേശം പാലിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ ഒരു പരാമർശവും നടത്തരുതെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിന് ഞാൻ തയ്യാറാണ്. KPCC പ്രസിഡന്റ് അത്തരത്തിലുള്ള എല്ലാ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഉൾപ്പെടെയുള്ള ഇതെല്ലാം വിലക്കിയിട്ടുണ്ട്. അപ്പം ഞാനും അത് ആ വിലക്ക് മാനിക്കേണ്ട ആളാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള പരാമർശവും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയിട്ടില്ല. നേരത്തെ നടത്തിയിട്ടില്ല, ഇപ്പോഴും നടത്തുന്നില്ല, അത് നടത്താൻ പാടില്ല. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിപിൻ, ഗുഡ് ഈവനിങ്. ഈ പഴയകാല ചരിത്രവും പാരമ്പര്യവും എങ്ങനെയാണ് പണ്ട് താൻ പ്രവർത്തിച്ചതെന്നും ഒക്കെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക്? ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ ഇന്ന് നേതാവാകാം എന്ന അവസ്ഥയാണെന്ന് പറയുമ്പോൾ അത് ആരെയെങ്കിലും ഉദ്ദേശിച്ചാണോ പറയുന്നത്? അത്തരത്തിൽ ഉള്ള വാക്കുകൾക്ക് പിന്നിൽ എന്തായിരിക്കാം? യെസ് ക്രിസ്റ്റീന, ദിൽന, ഈ ഒരു വോട്ടെടുപ്പിന് ശേഷം ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച സജീവമായിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ എറണാകുളത്ത് നിന്നാണ് ആ ചർച്ചയുടെ ആദ്യത്തെ തുടക്കമുണ്ടാവുന്നത്. അതായത് DCC അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് ആണ് എറണാകുളത്ത് നിന്നാവണം ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആ ചർച്ച ഉണ്ടാവുകയും ചെയ്തത്. പിന്നീട് അത് VD സതീശൻ ആർമി, KC ആർമി എന്നൊക്കെ പറഞ്ഞ് അതിന്റെ തലം തന്നെ മാറിപ്പോവുകയായിരുന്നു. ഇപ്പോഴിതാ രമേശ് ചെന്നിത്തല അതേ എറണാകുളത്ത് വന്ന് തനിക്ക് അതിന് അർഹതയുണ്ട് എന്നുള്ളത് പറയാതെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം ഇന്ന് പഴയ പാരമ്പര്യം, ഒപ്പം തന്നെ താൻ വളർന്നു വന്നിട്ടുള്ള വഴികൾ, താൻ KSUവിന്റെ നേതാവായത്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവായത് എല്ലാം തന്നെ പറഞ്ഞു വയ്ക്കുന്നു. 1982 മന്ത്രിയായ ആളാണ് എന്നുള്ളത് പറയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഫസ്റ്റ് ക്ലെയിം അത് താൻ തന്നെയാണ് എന്നുള്ളതാണ് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും വോട്ടെണ്ണൽ കഴിയുകയാണെങ്കിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി, സംഘടനാ തലത്തിൽ പ്രവർത്തന പരിചയം, ഒപ്പം തന്നെ പാർലമെന്ററി രംഗത്തുള്ള പരിചയം, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഈ 3 പേരിൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന പേരുകളിൽ ഏറ്റവും കൂടുതൽ അതിന് അർഹനായിട്ടുള്ള ഒരാൾ താനാണ് എന്നുള്ളത് പരസ്യമായി തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പ്രസംഗത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ട, വിലയിരുത്തേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും താൻ ഒരടി പോലും ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് കൂടി എടുത്തു പറയണം. കാരണം ഈ സോഷ്യൽ മീഡിയ ചർച്ചകളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ഒരാളല്ല എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ, അതായത് ഇങ്ങനെയൊരു ചർച്ച സജീവമായിട്ട് വരുന്ന ഒരു ഘട്ടത്തിൽ തന്നെ പിന്നിലേക്ക് നിന്ന ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല എന്നുള്ളതാണ് അവരുടെ ക്യാമ്പിന്റെ ഒരു പൊതുവികാരമുള്ളത്. അങ്ങനെ ഇനി പിന്നോട്ട് നിൽക്കേണ്ടതില്ല, തുറന്നു തന്നെ പറയാനുള്ളതെല്ലാം തന്നെ പറഞ്ഞു പോകാം. കാരണം ആ സീനിയോറിറ്റിയുടെ കണക്കിൽ താൻ ഒട്ടും പിന്നിലല്ല, താൻ മുന്നിൽ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് സജീവ ചർച്ചയാകാം. ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇക്കാര്യങ്ങൾ പറയരുത് എന്നുള്ള വിലക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അത് പ്രസംഗത്തിൽ പറഞ്ഞ് തൻ്റെ നിലപാട്, തൻ്റെ ക്ലെയിം കൃത്യമായി ഇന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു രമേശ് ചെന്നിത്തല എന്നുള്ളത് തന്നെയാണ് വായിക്കേണ്ടത്. ക്രിസ്റ്റീന, ശരി. എന്തായാലും അടുത്ത മാസം 4-ന് UDF ജയിക്കുമോ എന്നൊരു ചോദ്യം. UDF ജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാകും, ആര് പാർട്ടിക്കൊപ്പം ആര് നിൽക്കും, ഹൈക്കമാൻഡ് എന്ത് പറയും? എന്തായാലും ക്ലെയിംസ് തുടങ്ങിക്കഴിഞ്ഞു നേതാക്കൾ തമ്മിൽ. അതെ, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടി ഇന്ന് പ്രതികരണം നടത്തിയിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയ മുഖ്യമന്ത്രി ഫ്ലക്സിന്റെ ആയുസ് അടുത്ത മാസം 4-ാം തീയതി വരെ മാത്രം എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. എറണാകുളത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തും ഉയർന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇന്നലെ തന്നെ ഞാൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. ഇതിൻ്റെ എല്ലാ ആയുസ് 4-ാം തീയതി വരെയേ ഉള്ളൂ. അതുവരെ അവർ മുഖ്യമന്ത്രിയും മന്ത്രിയും അതുപോലെ തന്നെ സ്റ്റാഫും ഒക്കെ മുമ്പത്തെ പോലെ തന്നെ ഇപ്രാവശ്യം തീരുമാനിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. മറ്റു വാർത്തയിലേക്ക് പോയാൽ എറണാകുളം മൂവാറ്റുപുഴയിൽ ലഹരി പരിശോധനയ്ക്കിടെ യുവാവ് രാസലഹരി വിഴുങ്ങി. തൊടുപുഴ സ്വദേശി ടോണി സാബു ആണ് MDMA വിഴുങ്ങിയത്. അവശനിലയിലായ ടോണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ലിഡിയ, രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നിരിക്കുമല്ലേ? തീർച്ചയായും രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തിനിടെയാണ് MDMA വിഴുങ്ങിയത്. ഇന്ന് വൈകിട്ട് 4:30-യോടെയാണ് ഈ സംഭവം. ഒരു കിഴക്കേക്കരയിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ 4 പേർ ചേർന്ന് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അവിടെ വെച്ച് ഈ പോലീസ് പരിശോധന നടത്തുന്നതിനിടെ യുവാക്കളെ പിടികൂടുകയും പോലീസിൽ നിന്ന് രക്ഷപ്പെടാനായി യുവാക്കളിൽ ഒരാൾ, അതായത് തൊടുപുഴ തൈപ്പറമ്പ് ടോണി സാബു ഈ രാസലഹരി വിഴുങ്ങുകയുമായിരുന്നു. MDMA ആണ് വിഴുങ്ങിയത്.
വിഴുങ്ങിയത്. തുടർന്ന് അവശനിലയിലായ ടോണിയെ പോലീസ് തന്നെയാണ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചത്. പിന്നീട് അവിടെ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് നിലവിൽ അപകടനില ഇല്ല എന്നാണ് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കൃത്യമായിട്ടുള്ള പരിശോധനകൾക്കും ചികിത്സയ്ക്കും ശേഷം പോലീസ് കസ്റ്റഡിയിലെടുക്കും എന്നുള്ളതാണ്. നിലവിൽ ബാക്കിയുള്ള 3 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരിൽ നിന്നും ചെറിയ അളവിൽ MDMAയും അതുപോലെ തന്നെ കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ രാസലഹരി പുറത്തെടുത്ത ശേഷം, ഈ വിഴുങ്ങിയ രാസലഹരി പുറത്തെടുത്ത ശേഷം ടോണിയെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കാനും ആണ് പോലീസിന്റെ അടുത്ത നീക്കം. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ലിഡിയ ജേക്കബ്. ഇനി കോഴിക്കോടേക്കാണ്. കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറിവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ സമരവുമായി ബന്ധപ്പെട്ട കേസിൽ ജയിൽ മോചിതനായ സമരസമിതി ചെയർമാൻ ബാബു കുടുക്കലിന് സ്വീകരണം നൽകിയിരിക്കുകയാണ് നാട്ടുകാർ. സമരം വീണ്ടും ശക്തമാക്കും എന്നും സമരപ്പന്തൽ അടുത്തയാഴ്ച ഫ്രഷ് കട്ട് ഫാക്ടറിയുടെ സമീപത്തേക്ക് മാറ്റും എന്നും ബാബു കുടുക്കൽ 24 പറഞ്ഞു. റിമാൻഡ് പ്രതികളുള്ള ജയിലാണ്. കുറ്റം ചെയ്തവരുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും. അതിൽ ഒരുപാട് ആളുകൾ കുറ്റം ചെയ്യാത്തവരാണ്. എന്റെ പേരിൽ ആരോപിച്ച കുറ്റം ഗൂഢാലോചനയാണ്. ഞങ്ങളൊക്കെ ഒരു ഗൂഢാലോചന നടത്തിയ ഫ്രഷ് കട്ട് എന്തോ പൂട്ടു. ഞങ്ങളൊക്കെ ഒരു ഗൂഢാലോചന നടത്തി കഴിഞ്ഞാൽ ഫ്രഷ് കട്ട് എന്തോ പൂട്ടു. ജനാധിപത്യ രീതിയിലുള്ള സമരമാണ് ഞങ്ങൾ ചെയ്തത്. ഇനിയും ജനാധിപത്യ രീതിയിലുള്ള സമരം 3ാം ഘട്ടമായി തുടർന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ മാലിന്യ കമ്പനി അവരെ എടുത്തു മാറ്റുന്നതുവരെ ഞങ്ങളെ സമരമായിട്ട് മുന്നോട്ട് പോകും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിലിഷ തിലകനാണ് ചേരുന്നത്. ദിലിഷ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ സമരം ഊർജിതമായി തുടരും, അതും ഫ്രഷ് കട്ടിനോട് കൂടുതൽ അടുത്ത് നിന്നുകൊണ്ട് സമരം ചെയ്യാനാണ് ഈ 3ാം ഘട്ടത്തിൽ ശ്രമിക്കുന്നതെന്ന് തന്നെയല്ലേ വ്യക്തമാക്കുന്നത്? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ദിൽന, ഏകദേശം ഒക്ടോബർ 21-നാണ് നമ്മൾ വലിയ രീതിയിലുള്ള സംഘർഷം കോഴിക്കോട് താമരശ്ശേരിയിൽ ഈ ഫ്രഷ് കട്ടിന് മുമ്പിൽ കണ്ടതാണ്. ഈ ദുർഗന്ധം വമിക്കുന്നതായിട്ടും അതുപോലെ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതുമെല്ലാം ആരോപിച്ചിട്ടാണ് നാട്ടുകാരും സമരസമിതി നേതാക്കളും അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് ഫ്രഷ് കട്ടിന് മുന്നിലേക്ക് എത്തുന്നത്. ആ സമരം സമാധാനപരമായി തുടർന്നിരുന്ന സമരം വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഈ സമരക്കാർ ഫ്രഷ് കട്ട് ഫാക്ടറിക്ക് തീ വെക്കുന്നു, നിരവധി പോലീസുകാർക്കും സമരക്കാർക്കും പരിക്കേൽക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് അത് വഴിമാറി നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. അതിലിപ്പോൾ സമരസമിതി ചെയർമാനായിട്ടുള്ള ബാബു കുടുക്കിൽ ഇപ്പോഴാണ് അദ്ദേഹം ജയിൽ മോചിതനായിരിക്കുന്നത്. ഏകദേശം 1.5 മാസത്തിന് ശേഷമാണ് ബാബു കുടുക്കിൽ ജയിൽ മോചിതനായിരിക്കുന്നത്. ഈ കേസിൽ അദ്ദേഹമാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ജയിൽ മോചിതനായ ശേഷം വലിയ രീതിയിലുള്ള ഒരു ജനകീയമായിട്ടുള്ളൊരു സ്വീകരണമൊക്കെയാണ് നാട്ടുകാരും സ്ത്രീകളും കുട്ടികളും എല്ലാം ചേർന്ന് അവിടെ നൽകിയിട്ടുള്ളത്. അവർ ഇനിയും സമരത്തിലേക്ക് കടക്കുകയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. സമരം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ഫ്രഷ് കട്ട് ഫാക്ടറിക്ക് മുന്നിലേക്ക് ആ സമരം അടുത്ത ആഴ്ച തന്നെ സമരപ്പന്തൽ അവിടേക്ക് മാറ്റുകയാണ്. സമരം കൂടുതൽ ശക്തമാക്കും എന്ന് തന്നെയാണ്. ഇത്തരത്തിൽ ആ പ്രദേശത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലുള്ള ആ ഫാക്ടറിയുടെ പ്രവർത്തനം അതൊരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച ഈ സമരം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു തീരുമാനം കൂടിയാണ് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ ഇന്ന് അവിടെ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളിലേക്കാണ്. മണിപ്പൂർ മുഖ്യമന്ത്രി യുംനാം ഖേംചന്ദ് സിംഗിന്റെ വസതിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടി. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ആരായിരുന്നു പ്രതിഷേധത്തിന് പിന്നിൽ? ഇപ്പോൾ പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ടോ? ദിൽന, ക്രിസ്റ്റീന, നിലവിൽ പ്രതിഷേധം ശാന്തമായിട്ടുണ്ട്, പ്രതിഷേധം അടങ്ങിയിട്ടുണ്ട്. കൊക്കോമി എന്ന് പറയുന്ന സംഘടന, അതായത് കോർഡിനേറ്റിംഗ് കമ്മിറ്റി ഓൺ മണിപ്പൂർ ഇന്റഗ്രിറ്റി എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഇംഫാലിലെ തന്നെ 7 ഇടങ്ങളിൽ നിന്നും ആരംഭിച്ച് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് എത്തുന്നതിന് കുറച്ച് കിലോമീറ്ററുകൾ മുന്നിൽ വെച്ച് പോലീസുകാർ ഈ പ്രതിഷേധക്കാരെ ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. മാത്രമല്ല പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ വേണ്ടി അവർ ടിയർ ഗ്യാസും പ്രയോഗിച്ചു. അതിനിടയിലുണ്ടായ സംഘർഷത്തിൽ ചില പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. എന്നാൽ ഈ സംഘർഷത്തിന് ശേഷം ഏതാനും ആളുകൾ, ഈ കൊക്കോമി എന്ന് പറയുന്ന സംഘടനയിലെ 10ഓളം ആളുകളെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ഒരു മെമ്മോറാണ്ടം അവിടെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും മണിപ്പൂരിൽ എന്നേക്കുമായി സമാധാനം പുനഃസ്ഥാപിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഒരു ബോംബ് സ്ഫോടനത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചതും ഈ പ്രതിഷേധങ്ങൾ വീണ്ടും മണിപ്പൂരിൽ പൊട്ടിപ്പുറപ്പെടാൻ കാരണമായിട്ടുണ്ട്.
ആ ഒരു മരണത്തിലടക്കം ആ ഒരു സ്ഫോടനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം അടക്കം വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇങ്ങനെ വലിയ തോതിൽ ഈ കൊക്കോമ എന്ന് പറയുന്ന സംഘടന പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചത്. എന്തായാലും ഈ പ്രതിഷേധത്തിന് പിന്നാലെ ഇപ്പോൾ ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, വിഷ്ണുപൂർ ഉൾപ്പെടെയുള്ള 5 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനവും ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ അപ്പോഴും മെമ്മോറാണ്ടം നൽകാൻ സാധിച്ചു എന്നതാണ് പ്രതിഷേധക്കാർ ഒരു വിജയമായി എടുത്തു പറയുന്നത്. അടുത്ത ദിവസങ്ങളിലും ഇവർക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നുള്ള കാര്യം കൂടി ഈ കൊക്കോമ എന്ന് പറയുന്ന സംഘടന പറയുന്നുണ്ട്. ജില്ലാ കൃഷിയ. ശരി, മണിപ്പൂർ വീണ്ടും അശാന്തമാവുകയാണ്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. എന്നാലും മെമ്മോറാണ്ടം സമർപ്പിക്കാനായി എന്ന ഒരു ആശ്വാസം പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോടേക്ക് വീണ്ടും പോവുകയാണ്. അവിടെ കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിന് സമീപം ഒരു തീപിടുത്തമുണ്ടായിട്ടുണ്ട്. റെസ്റ്റ് റൂമിന് സമീപം കൂട്ടിയിട്ട മാലിന്യങ്ങൾക്ക് തീപിടിക്കുകയായിരുന്നു. ദിൽഷ തിലകനാണ് വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നത്. ദിൽഷ, എന്താണ് ഈ തീപിടുത്തം ഇപ്പോഴും നിയന്ത്രണ വിധേയമാണോ? സാഹചര്യം എന്താണ്? ദിൽന, ക്രിസ്റ്റീന, ഏകദേശം 7 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. അതായത് ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷന് സമീപമുള്ള റെസ്റ്റ് റൂമിനോട് ചേർന്നുള്ള കെട്ടിടത്തിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായത്. ഈ കെട്ടിടത്തിന് പുറകിലെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ മാലിന്യത്തിനാണ് തീപിടിച്ചത്. ശേഷം അത് മരത്തിലേക്ക് പടരുകയായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ളൊരു തീപിടുത്തമൊന്നും ആയിട്ടില്ല. മീഞ്ചലിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ആ തീ പടരുന്നത് പെട്ടെന്ന് തന്നെ കെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. തൊട്ടടുത്ത കെട്ടിടങ്ങളിലേക്കെല്ലാം തീ പടരാതെ പെട്ടെന്ന് തന്നെ അഗ്നിശമന സേനാംഗങ്ങൾക്ക് ആ തീ കെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. വലിയ അപകടമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി, ദിൽഷ തിലകനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. കടുത്ത ചൂട് സമയമാണ്, അതുകൊണ്ട് തന്നെ ചെറിയ തീപ്പൊരി പോലും വലിയ തീപിടുത്തത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലും ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. ചൂടിനെ കുറിച്ചുള്ള വാർത്തയിലേക്ക് തന്നെയാണ്. കൊടും ചൂടിൽ വലഞ്ഞ ജനം. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്കാണ് സൂര്യതപമേറ്റത്. കൊല്ലം കുന്നിക്കോട് വയോധികൻ മരിച്ചത് സൂര്യാഘാതമേറ്റു എന്ന സംശയം ഇപ്പോഴും നിലവിലുണ്ട്. കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഉന്നതതല യോഗം ഇന്ന് ചേർന്നിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ഗർഭിണികളും പകൽ സമയം സേഫ് ലോക്ക്ഡൌണിന് വിധേയമാകണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കനത്ത ചൂട് കാരണം വയനാടും ഇടുക്കിയും ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. പാലക്കാട് 40-ഉം കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട് 3-ഉം ഇടുക്കിയിൽ 2 പേർക്ക് സൂര്യാതപമേറ്റു. തിരുവനന്തപുരം, കണ്ണൂർ, മലപ്പുറം എന്നിവിടങ്ങളിലും സൂര്യാതപം റിപ്പോർട്ട് ചെയ്തു. കൊല്ലം കുന്നിക്കോട് വയോധികൻ മരിച്ചത് സൂര്യാഘാതമേറ്റെന്നാണ് സംശയം. 84 വയസ്സുള്ള ബേബിയെയാണ് വീടിന് സമീപമുള്ള കൃഷിസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കനത്ത ചൂടിൽ ജാഗ്രത വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പകൽ സമയത്ത് അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കി ലോക്ക്ഡൌണിന്റെ മാനസികാവസ്ഥയോടുകൂടി തന്നെ തുടരാൻ കഴിയുന്നവരങ്ങനെ തുടരണം. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കുട്ടികളും ആൽബനിസം പോലെയുള്ള രോഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അവസ്ഥയുള്ളവരും പകൽ സമയം സർക്കാരിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പറഞ്ഞാൽ ഒരു സെൽഫ് ലോക്ക്ഡൌണിന് വിധേയമാകണം എന്ന് തന്നെയാണ് നമ്മുടെ അഭ്യർത്ഥന. മൂന്നാറിൽ അൾട്രാവയലറ്റ് സൂചിക അപകടകരമായ നിലയിലെത്തി. സൂചിക 8-ലെത്തിയതോടെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. പുറത്തിറങ്ങുമ്പോൾ തലയും ശരീരവും മറയ്ക്കണമെന്നാണ് നിർദ്ദേശം. വെരി ഹൈ അലേർട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ജനങ്ങൾ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ UV റേഡിയേഷൻ, അൾട്രാവയലറ്റ് റേഡിയേഷൻ ഏൽക്കുന്നത് നമ്മുടെ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമാകുമെന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെല്ലാവരും ഇത് സംബന്ധിച്ച് നമ്മൾ പത്രക്കുറിപ്പ് നൽകുന്നുണ്ട്. കൊടും ചൂട് തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. ചൂടിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാർ രൂപം നൽകി. വെള്ളം, ORS എന്നിവയും സൂര്യാഘാത പ്രഥമ ശുശ്രൂഷയും പൊതുവിടങ്ങളിൽ ഒരുക്കും. ട്രാഫിക് സിഗ്നൽ സമയദൈർഘ്യം കുറയ്ക്കാൻ പോലീസ് ട്രാഫിക് അധികാരികളുടെ അഭിപ്രായം തേടി നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടേഴ്സിന് നിർദ്ദേശം നൽകി. അതേസമയം സംസ്ഥാനത്ത് 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് അപ്രഖ്യാപിത പവർ കട്ടെന്ന ആരോപണം തള്ളി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഉപഭോഗം വർദ്ധിക്കുന്നതിനാൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നതാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി 24-നോട് പറഞ്ഞു. അതേസമയം KSEB ഡാമുകളിൽ ജലനിരപ്പ് താഴ്ന്നതിനാൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപാദനം ആശങ്കയിലാണ്. അതികഠിനമായ ചൂട് തുടരുന്നതിനാൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും കുതിച്ചുയരുകയാണ്. അതിനിടെ വ്യാപകമായി അപ്രഖ്യാപിത പവർ കട്ടെന്ന പരാതിയും ഉയർന്നു. ഇവിടെ ഞങ്ങൾ വന്ന് കടന്നപ്പോൾ തന്നെ 100 കണക്കിന് കോട വേണം. ആ കോട അറ്റൻഡ് ചെയ്യാൻ പോലുള്ള സ്റ്റാഫുകളെ ഇവർക്കില്ല.
2 സ്റ്റാഫിനെ വെച്ച് നൈറ്റ് ഡ്യൂട്ടിക്കാർ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം കൂടുതൽ സ്റ്റാഫിനെ നൈറ്റ് ഇതിൽ വെക്കാനും പിന്നെ ഫ്യൂസ് അടിച്ച് ഇത് എല്ലാ മാസവും കറണ്ട് ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്യൂസ് അടിച്ച് പോകാതെ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇത് തള്ളി. രാത്രി 9 മുതൽ രാവിലെ 11 വരെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചാൽ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാമെന്നും മന്ത്രി. വൈദ്യുതി ആവശ്യകത കുതിച്ചു വരുമ്പോൾ ഉയർന്ന സമ്മർദ്ദം താങ്ങാനാവാതെ ചില പ്രസരണ ലൈനുകൾ ഡ്രിപ്പാകുന്നുണ്ട്. അതായത് നമ്മൾ പവർ കട്ടല്ല, ഡ്രിപ്പാകും ഓവർലോഡ് വരുമ്പോൾ. മറ്റ് സംസ്ഥാനങ്ങളായി KSEBകൾ ഏർപ്പെട്ടിരുന്ന സാപ്പ് കരാറുകളുടെ കാലാവധി കഴിഞ്ഞതിനാൽ ഇതുവരെ ഏകദേശം 400 മെഗാവാട്ടിൻ്റെ കുറവ് വൈദ്യുതി ലഭ്യതയിൽ ഉണ്ടായിട്ടുണ്ട്. സാപ്പിൻ്റെ കരാർ കഴിഞ്ഞു. വൈദ്യുതി നിയന്ത്രണം തുടർന്നാൽ UDF ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സംസ്ഥാനത്ത് ഇന്നലത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം 116.48 ദശലക്ഷം യൂണിറ്റാണ്. 5654 മെഗാവാട്ടാണ് വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത. പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമുള്ള വൈദ്യുതി ആവശ്യകതയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളതെന്ന് KSEB. സംസ്ഥാനത്തെ KSEB ഡാമുകളിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് അവശേഷിക്കുന്നത് 31.48% ജലം. സംഭരണശേഷിയുടെ 33% വെള്ളം മാത്രമാണ് ഇടുക്കി ഡാമിൽ നിലവിലുള്ളത്. 20% ജലനിരപ്പ് താഴ്ന്നാൽ വൈദ്യുതി ഉൽപ്പാദനം നിർത്തും. 24 തിരുവനന്തപുരം. കേരളത്തിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ വിമർശനം. ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന സർക്കാരിന്റെ അവകാശവാദങ്ങൾ പൊളിഞ്ഞു എന്നും അദ്ദേഹം പറയുന്നു. ഇടതുമുന്നണി ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്നത് കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല എന്നാണ്. കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിംഗ് നടക്കുകയാണ്. പല സ്ഥലങ്ങളിലും രാത്രികാലങ്ങളിലും പകൽ സമയങ്ങളിലും കറണ്ട് ഇല്ല. അവരെ ഫോൺ ചെയ്ത് ചോദിച്ചാൽ പോലും ആരും വന്ന് നന്നാക്കുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും എഴുതി വച്ചിരുന്നു ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷമെന്ന്. ഇപ്പോൾ അത് വെറും പൊള്ളയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ BDS വിദ്യാർത്ഥി RL നിതിൻ രാജ് ജീവൻ ഒടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ MK റാമിന് മുൻകൂർ ജാമ്യമില്ല. എന്നാൽ ജാതിയുടെ പേരിൽ ഡോക്ടർ MK റാം നിതിൻ രാജിനെ അപമാനിച്ചതിന് തെളിവില്ലെന്നാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ നിർണായക നിരീക്ഷണം. ഡോക്ടർ KT സംഗീത നമ്പ്യാർക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. വിധിയിൽ തൃപ്തരല്ല എന്നാണ് നിതിൻ രാജിന്റെ കുടുംബം പറയുന്നത്. നിതിൻ രാജിനെതിരെ ജാതി അധിക്ഷേപമോ ജാതിയുടെ പേരിൽ അപമാനമോ നടന്നതായി തെളിവില്ല എന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷകളിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ നിരീക്ഷണം. വിദ്യാർത്ഥികളോടുള്ള ഡോക്ടർ റാമിന്റെ പെരുമാറ്റം മോശമായിരുന്നു. അത് ജാതിയെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. ലോൺ ആപ്പുകാരുടെ ഭീഷണി മൂലം നിതിൻ രാജ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. പ്രിൻസിപ്പാലിന്റെ മുറിയിലെ ചോദ്യം ചെയ്യലും തുടർന്നുണ്ടായ പരാതിയെക്കുറിച്ചുള്ള ഭയവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നും വിധിയിലുണ്ട്. അതേസമയം നിതിൻ രാജിനെ കൂട്ടവിചാരണ ചെയ്യുമ്പോൾ പ്രിൻസിപ്പലിന്റെ മുറിക്കു സമീപം റാമിന്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും അതിനാൽ റാമിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ജാതിയുടെ പേരിൽ പോലും കോടതിയിൽ തെറ്റായ പ്രസ്താവന നൽകി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം ആരംഭിച്ചിരുന്നു. അത് പ്രോസിക്യൂഷനും പോലീസും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ടാം പ്രതി സംഗീത നമ്പ്യാർക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളൊന്നുമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉപാധികളോടെയാണ് ജാമ്യം. 50,000 രൂപയുടെ ബോണ്ട് 3 മാസത്തേക്ക് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം അടക്കമുള്ള ഉപാധികളോടെയാണ് സംഗീതയ്ക്ക് ജാമ്യം അനുവദിച്ചത്. വിധിയിൽ തൃപ്തരല്ല എന്ന് കുടുംബം. വിധിയിൽ ഞാനും എൻ്റെ കുടുംബം ഒട്ടും തൃപ്തരല്ല. ഞങ്ങൾ വ്യക്തമായ എല്ലാ കാര്യങ്ങളും പോലീസിനോടും മറ്റുള്ള എല്ലാം മൊഴി കൊടുത്തതാണ്. സംഗീതയ്ക്കെതിരെയും റാമിനെതിരെയും. സംഗീത കുറ്റവാളി തന്നെയാണ്. കേസെടുത്തതു മുതൽ MK റാമും സംഗീത നമ്പ്യാരും ഒളിവിലാണ്. MK റാം മേൽക്കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. 24 കണ്ണൂർ. 7 രാജ്യസഭാംഗങ്ങൾ BJPയിലെത്തിയതോടെ ഡൽഹിയിലും പഞ്ചാബിലും ജാഗ്രതയിലാണ് ആം ആദ്മി പാർട്ടി. രണ്ടിടത്തും പാർട്ടി MLA-മാർ മറുകടം ചാടുമോ എന്നാണ് AAP നേതൃത്വത്തിന്റെ ആശങ്ക. പാർട്ടി വിട്ട MPമാർക്കെതിരെ പ്രവർത്തകരെ അണിനിരത്തി പ്രതിഷേധം ശക്തമാക്കുകയാണ് ആം ആദ്മി പാർട്ടി. ഭയം കൊണ്ടല്ല, വെറുപ്പ് കാരണമാണ് ആം ആദ്മി പാർട്ടി വിട്ടതെന്ന് BJPയിലെത്തിയ രാഘവ് ഛദ്ദ പറഞ്ഞു. പാർട്ടി വിട്ട MPമാർക്കെതിരെ പ്രവർത്തകരെ അണിനിരത്തി പ്രതിഷേധം ശക്തമാക്കുകയാണ് ആം ആദ്മി പാർട്ടി. പഞ്ചാബിൽ ഹർഭജൻ സിംഗിന്റെ വസതിക്കും അശോക് മിത്തലിന്റെ ലവ്ലി സർവകലാശാലയ്ക്ക് മുന്നിലും പ്രവർത്തകർ പ്രതിഷേധിച്ചു. പഞ്ചാബിന്റെ വഞ്ചകനെന്ന് സർവകലാശാല ഗേറ്റിലും വസതിയിലും മതിലിലും പ്രവർത്തകർ എഴുതി. പ്രതിഷേധം ശക്തമാകുമ്പോഴും ആം ആദ്മി പാർട്ടിക്കെതിരെ രാഘവ് ഛദ്ദ വിമർശനം തുടരുകയാണ്. പാർട്ടി അഴിമതിക്കാരുടെ പിടിയിലെന്നാണ് ആരോപണം. और
जो लोग ये कह रहे हैं खास तौर पे आम आदमी पार्टी के नेता कि डर कर चले गए आम आदमी पार्टी छोड़कर, हम डर कर नहीं, डिसअपॉइंटेड महसूस कर गए आम आदमी पार्टी से। हम डर कर नहीं, डिसएंचेंटेड फील कर गए आम आदमी पार्टी से। हम डर कर नहीं, डिसगस्टेड फील कर गए आम आदमी पार्टी से। പാർട്ടി വിട്ട രാജ്യസഭാ അംഗങ്ങളെ പുറത്താക്കണമെന്ന് രാഷ്ട്രപതിയോട് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ ആവശ്യപ്പെട്ടു. അതിനിടെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ആഡംബര വസതി ആരോപണവുമായി BJP രംഗത്ത് വന്നു. എന്നാൽ BJP പുറത്തുവിട്ട ചിത്രം വ്യാജമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. 24 ഡൽഹി. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ കോടികളുടെ ആഭരണ കവർച്ച മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്ന വിലയിരുത്തലിൽ പോലീസ്. കവർച്ച നടന്ന മാസത്തെ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് പോലീസിന് സ്ഥിരീകരണം ലഭിച്ചു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലും ബംഗളൂരിലുമുള്ള കൊട്ടാരത്തിലെ ബന്ധുക്കളെ പോലീസ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുകയാണ്. 2025 നവംബറിൽ കൊട്ടാരത്തിലെ മുറിക്കുള്ളിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി വില മതിക്കുന്ന ആഭരണങ്ങൾ നഷ്ടമായെന്നായിരുന്നു പരാതി. നവംബറിൽ നടന്ന കവർച്ചയിൽ പോലീസിൽ പരാതി നൽകിയത് 2026 മാർച്ചിലായിരുന്നു. ഈ കാലതാമസം അന്വേഷണത്തിൽ തിരിച്ചടിയായെന്നാണ് പോലീസ് നിഗമനം. പരാതി ലഭിക്കാൻ വൈകിയത് കാരണം നവംബറിലുള്ള കൊട്ടാരത്തിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ദൃശ്യങ്ങൾ റിട്രീവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് കഴിയില്ലെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ശാസ്ത്രീയ സ്ഥിരീകരണം. ഇതോടെയാണ് കവർച്ച ആസൂത്രിതമായി നടപ്പാക്കിയതെന്ന് പോലീസ് സംശയിക്കുന്നത്. കവർച്ച നടന്ന മാസം കൊട്ടാരം സന്ദർശിച്ച ബന്ധുക്കളെ ചോദ്യം ചെയ്തു വരികയാണ്. 20 പേരെ ചോദ്യം ചെയ്തു. ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിലുള്ളവരെ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. ഇനിയും കുറച്ചുപേരെ കൂടി ചോദ്യം ചെയ്യും. കൊട്ടാരവുമായി ബന്ധപ്പെട്ടവരുടെ മൊബൈൽ വിവരങ്ങൾ പരിശോധിക്കാനും നീക്കം നടക്കുന്നുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അനുമതിയില്ലാതെ പറന്നത് ഗുരുതര വീഴ്ചയെന്ന് ADGP S. ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. കാലാവസ്ഥാ പ്രശ്നം മൂലമാണ് താഴ്ന്നു പറന്നതെന്ന വിശദീകരണം തൃപ്തികരമല്ല എന്ന റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിന് പത്തനംതിട്ട SPയെ ചുമതലപ്പെടുത്തി. ശബരിമല ക്ഷേത്രത്തിന് മുകളിൽ ഹെലികോപ്റ്റർ പറത്തിയ സംഭവത്തിൽ കോസ്റ്റ് ഗാർഡിന് പിഴവ് സംഭവിച്ചെന്നാണ് ADGPയുടെ റിപ്പോർട്ട്. ക്ഷേത്രത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറത്തേണ്ട സാഹചര്യം ഉണ്ടായില്ലെന്നാണ് റിപ്പോർട്ടിലെ വിലയിരുത്തൽ. പൊന്നമ്പലമേടിന് 200 മീറ്റർ താഴ്ന്നു പറക്കുന്നത് അനുവദനീയമല്ല. ഹെലികോപ്റ്റർ ക്ഷേത്രത്തിന് 5 മീറ്റർ ഉയരത്തിൽ വരെ എത്തിയെന്നാണ് നിഗമനം. ഹെലികോപ്റ്ററിൽ ഇരുന്നവർ ചിത്രങ്ങൾ എടുത്തതായി സംശയിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട SP വിശദ അന്വേഷണം നടത്തും. എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിൽ നിന്ന് വിശദീകരണം തേടും. കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററിന് അനുവദിച്ച വ്യോമപാതയടക്കം വിശദാംശങ്ങൾ ചോദിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്കാണ് ADGP S. ശ്രീജിത്ത് റിപ്പോർട്ട് നൽകിയത്. സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്റ്റേഷൻ മാർച്ചിൽ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ച മുൻ DGP R. ശ്രീലേഖയെ പ്രതി ചേർത്ത കേസ്. R. ശ്രീലേഖയെ പ്രതി ചേർക്കാത്തതിൽ ആക്ഷേപമുയർന്നതിന് പിന്നാലെയാണ് നടപടി. മാർച്ചിൽ പങ്കെടുത്ത ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. നെട്ടയം സംഘർഷത്തിനു പിന്നാലെ BJP പ്രവർത്തകരെ പോലീസ് വേട്ടയാടിയെന്നാരോപിച്ചായിരുന്നു വട്ടിയൂർക്കാവ് സ്റ്റേഷനിലേക്ക് BJP മാർച്ച് നടത്തിയത്. BJP കൗൺസിലർമാരെ പ്രതി ചേർത്തായിരുന്നു ആദ്യം കേസെടുത്തിരുന്നത്. എന്നാൽ പിന്നീട് മുൻ DGP തന്നെ പോലീസിനെ ആക്ഷേപിക്കും വിധം മുദ്രാവാക്യം വിളിച്ചത് സേനയ്ക്കുള്ളിൽ പ്രതിഷേധത്തിന് വഴിവെച്ചു. CPM നേതാക്കളും വിമർശനവുമായി രംഗത്തെത്തി. ഇതോടെയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം നെടുമങ്ങാട് കോടതിയിൽ പുതിയ റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ R. ശ്രീലേഖയെ 5ാം പ്രതിയായും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെ 6ാം പ്രതിയായും ചേർത്തു. പോലീസ് അവരുടെ ജോലി ചെയ്യട്ടെ എന്നായിരുന്നു R. ശ്രീലേഖയുടെ പ്രതികരണം. എന്നാൽ R. ശ്രീലേഖയെ ഉൾപ്പെടെ ആദ്യം പ്രതി ചേർക്കാത്തതിൽ CPM നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. 24 തിരുവനന്തപുരം. 10 പേരുടെ ജീവൻ നഷ്ടമായ വാൽപ്പാറ അപകടം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും സർക്കാർ ധനസഹായം വൈകുന്നു. വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ മഞ്ഞളാംകുഴി MLAയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. വാൽപ്പാറ അപകടത്തിൽ ജീവൻ നഷ്ടമായവർക്കും ചികിത്സയിൽ കഴിയുന്നവർക്കും സർക്കാർ സഹായം ഉറപ്പാക്കുമെന്ന് പാങ്ങിലെത്തിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ഉറപ്പ് നൽകിയിരുന്നു. അടിയന്തര ധനസഹായമെന്ന സ്വഭാവം നിലനിൽക്കെ അപകടം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും ധനസഹായം സംബന്ധിച്ച ഒരു വിവരവും ദുരന്തബാധിതർക്ക് ലഭിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നിർബന്ധമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പം അന്ന് ഇതിൻ്റെ കടലാസ് കിട്ടിയില്ല അല്ലെങ്കിൽ മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നീട്ടിവെക്കുക ചെയ്ത് അടുത്തതിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര ഒരു സ്പീഡ് ഇതിനുണ്ടായില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ട്. നിർബന്ധമായിട്ട് കിട്ടാനുള്ള എല്ലാ പരിപാടികളും നടക്കും.
പരുക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്ന 2 പേർക്കും തുടർ ചികിത്സയ്ക്ക് വേണ്ട ഒരു സഹായവും സർക്കാർ നൽകിയിട്ടില്ല. വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കുവാൻ മഞ്ഞളാംകുഴി അലി MLA-യുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. വിദ്യാഭ്യാസ മന്ത്രിയോടുൾപ്പെടെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ അനുകൂല നടപടി ഉണ്ടായിട്ടില്ലെന്നും പരിക്കേറ്റവർക്ക് പണമില്ലാതെ ചികിത്സ മുടങ്ങാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും യോഗം നിലപാടെടുത്തു. പരിമിതികളിൽ അകപ്പെട്ട് കിടക്കുന്ന സ്കൂളിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി നൽകാനും കൂടിയാലോചന നടക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായുണ്ടായ ഒരു അപകടം ഈ വിദ്യാലയത്തിന്റെയും വിദ്യാർത്ഥികളുടെയും ഭാവി കവരാൻ പാടില്ല. സമൂഹത്തിന്റെ ഒറ്റക്കെട്ടായ പിന്തുണ ഇവിടുത്തെ അധ്യാപകർക്കും കുട്ടികൾക്കും ഒപ്പം വേണം. മുഹമ്മദ് അർഷാക്കിനൊപ്പം പാങ്ങിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ പാകിസ്ഥാനിൽ നടക്കാനിരുന്ന അമേരിക്ക ഇറാൻ നേരിട്ടുള്ള സമാധാന ചർച്ച നടക്കില്ല. ഇറാൻ പ്രതിനിധി സംഘം അമേരിക്കൻ സംഘത്തെ കാത്തുനിൽക്കാതെ മടങ്ങി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി ഇന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും ഫീൽഡ് മാർഷൽ അസീം മുനീറുമായും ചർച്ച നടത്തി. അതേസമയം അമേരിക്കൻ പ്രതിനിധി സംഘം ഇന്ന് ഇസ്ലാമാബാദിലേക്ക് എത്തുന്നുണ്ട്. ഇറാൻ അമേരിക്ക 2ാം ഘട്ട ചർച്ച നടക്കാനിരിക്കെയാണ് ഇറാൻ പ്രതിനിധി സംഘം ഇസ്ലാമാബാദിൽ നിന്ന് മടങ്ങിയത്. ഇന്നലെ പാകിസ്ഥാനിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ഫീൽഡ് മാർഷൽ അസീം മുനീർ എന്നിവരുമായി ചർച്ച നടത്തിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ആവശ്യങ്ങളുടെ ഔദ്യോഗിക പട്ടിക ഇറാൻ പാകിസ്ഥാന് കൈമാറി. ഇറാന്റെ നിർദ്ദേശങ്ങൾ അമേരിക്കയെ പാകിസ്ഥാൻ അറിയിക്കും. ഇസ്ലാമാബാദിൽ നിന്നും മടങ്ങിയ അബ്ബാസ് അരാക്ചി ഒമാനിലും റഷ്യയിലും സന്ദർശനം നടത്തും. അതേസമയം അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജെറാഡ് കഷ്ണറും വൈകാതെ പാകിസ്ഥാനിലെത്തുമെന്നാണ് വൈറ്റ് ഹൌസ് സ്ഥിരീകരിക്കുന്നത്. അതിനിടെ തങ്ങളുടെ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നതിനെതിരെ ഇറാന്റെ ഗത്തം അൽ അൻബിയ സംയുക്ത സൈനിക കമാൻഡ് മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് തുറക്കണമെന്ന കാര്യത്തിലും യുറേനിയം സമ്പുഷ്ടീകരണം പാടില്ലെന്ന കാര്യത്തിലും അമേരിക്ക വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും നാവിക ഉപരോധം തുടരുമെന്നുമാണ് ട്രംപിന്റെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. കൊല്ലം UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാൻ RSP പ്രാദേശിക നേതാക്കൾ ശ്രമിച്ചെന്ന പരാതിയുമായി കോൺഗ്രസ്. CPIM ജില്ലാ നേതാക്കളുമായി RSP കൊല്ലം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. കൊട്ടിക്കലാശത്തിന് തലേന്ന് രാത്രിയിലായിരുന്നു കൂടിക്കാഴ്ച. കൊല്ലത്ത് UDF-ന്റെ വോട്ട് മറിക്കാൻ CPIM-മായി RSP കൂടിക്കാഴ്ച നടത്തിയെന്നാണ് കോൺഗ്രസിന്റെ പരാതി. CPIM കൊല്ലം ജില്ലാ നേതൃത്വത്തിലെ 3 പേരുമായി RSP കൊല്ലം സൗത്ത് ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ആക്ഷേപം. കൊട്ടിക്കലാശത്തിന് തലേദിവസം രാത്രി കൊല്ലം ബീച്ച് റോഡിലെ ഹോട്ടലിലാണ് കൂടിക്കാഴ്ച. നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞതിനാൽ വോട്ട് ചോർച്ച തടയാൻ കഴിഞ്ഞെന്ന് കോൺഗ്രസ് നേതൃത്വം. RSPക്ക് അകത്തുപെട്ട 3-4 പേര് അല്ലെങ്കിൽ 5-6 പേരാണ് ഇത്തരത്തിലൊരു ഡീല് CPM-ആയിട്ട് നടത്തിയത്. അതിന് ഇത്തരത്തിലൊരു ഡീൽ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ സംശയമുള്ളതുകൊണ്ട് വ്യക്തമായ നിലയിൽ ചില ആളുകളെ നമ്മൾ ഇതിൻ്റെ സ്പൈ വർക്കിനായിട്ട് തന്നെ ഈ പറഞ്ഞ ആളുകളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിത് കൃത്യമായിട്ട് ഈ സംഭവിച്ച ദിവസം തന്നെ ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ ജോലി വോട്ട് തേടുക മാത്രമാണെന്നും അത് താൻ ചെയ്തെന്നും ബിന്ദു കൃഷ്ണ. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ ജോലി വോട്ട് ചോദിക്കുക, വോട്ട് പിടിക്കുക, ഞാൻ അത് ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി. RSPയുടെ തൊഴിലാളി സംഘടന UTUC-യുടെ ജില്ലാ നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് RSP പ്രാദേശിക നേതാക്കൾ CPIM-മായി കൂടിക്കാഴ്ച നടത്തിയെന്ന സംശയവും കോൺഗ്രസ് ഉയർത്തുന്നു. 24 കൊല്ലം. തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ സ്ട്രോങ് റൂമിന്റെ CCTV ഹാർഡ് ഡിസ്ക് മാറ്റിയതിൽ ദുരൂഹതയെന്ന കൂത്തുപറമ്പിലെ UDF സ്ഥാനാർത്ഥി ജയന്തി രാജൻ. സ്ഥാനാർത്ഥിയുടെ ഏജന്റ് എത്തുന്നതിന് മുൻപ് ഹാർഡ് ഡിസ്ക് മാറ്റിയെന്നാരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സ്ട്രോങ് റൂമിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് നിറഞ്ഞതിനെ തുടർന്നാണ് ഹാർഡ് ഡിസ്ക് മാറ്റാൻ സ്ഥാനാർത്ഥികളോട് ഹാജരാകാൻ റിട്ടേണിംഗ് ഓഫീസർ ആവശ്യപ്പെട്ടത്. ഇതിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ചാണ് ജയന്തി രാജൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. സ്റ്റോറേജ് മാറ്റുന്ന സമയത്ത് ശരിക്കും ഈ സ്ട്രോങ് റൂമിന്റെ വിഷ്വല് കട്ടാവുമല്ലേ CCTV-ന്ന്, അതൊരു സംശയത്തിന് ഇട നൽകുന്നുണ്ട്. ഇതിലെന്തോ ആസൂത്രിതമായിട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ സംശയം. ഹാർഡ് ഡിസ്ക് മാറ്റിയ സമയത്ത് വിഷ്വൽ കട്ടാണെന്നും എന്തുകൊണ്ട് കൂത്തുപറമ്പിലും തലശ്ശേരിയിലും മാത്രം ഹാർഡ് ഡിസ്ക് മാറ്റേണ്ടി വന്നതെന്നും ജയന്തി രാജൻ ചോദിച്ചു. സ്റ്റോറേജ് തീർന്നതുകൊണ്ടാണ് ഹാർഡ് ഡിസ്ക് മാറ്റിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. 24 കോഴിക്കോട്. പൂരം വാർത്തകളിലേക്കാണ്. പൂര വിളംബരമായി. തൃശൂർ പൂരത്തിന് തുടക്കമായി. ഘടകപൂരങ്ങളെ വരവേൽക്കാൻ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട തുറന്നു. ഇലഞ്ഞിത്തറ മേളവും കുടമാറ്റവും നാളെ നടക്കും. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ വെടിക്കെട്ട് ഒഴിവാക്കിയാണ് തൃശൂർ പൂരം. 8 മണിയോടെ ഗജവീരൻ എറണാകുളം ശിവകുമാറിന്റെ ശിരസിലേറി പൂരം വിളംബരത്തിനായി കുറ്റൂർ നൈതലക്കാവിലമ്മ
വടക്കുംനാഥന്റെ മണ്ണിലേക്ക് യാത്ര തിരിച്ചു. കിഴക്കൂട്ട് അനിയന്മാരാർ വാദ്യാകമ്പടിയിൽ പടിഞ്ഞാറെ നടയിലൂടെ വടക്കുംനാഥനെ വണങ്ങി. ശേഷം തെക്കേ ഗോപുര നട തുറന്ന് നേതലക്കാവിലമ്മ പുറത്തേക്ക്. തൃശൂർ പൂരത്തിന് തുടക്കം. നാളെ രാവിലെ ആദ്യമെത്തുക കണിമംഗലം ശാസ്താവ്. പിന്നാലെ മറ്റ് ഘടകപൂരങ്ങളെത്തും. മഠത്തിൽ വരവും ഇലങ്ങിത്തറമേളത്തിനും ശേഷം കൂടമാറ്റം നടക്കും. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. 24 തൃശൂർ. പൂരങ്ങളുടെ പൂരം ആഘോഷമാക്കാൻ ടീം 24 ഒരുങ്ങിയിട്ടുണ്ട്. കൃഷ്ണ, വലിയൊരു സംഘം തന്നെ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സാമ്പിളാണ് ഇന്ന് രാത്രി നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. പൂരനഗരിയിൽ നിന്ന് വിപിൻ സി വിജയനും വിഷ്ണു സുരേഷും ചേരുകയാണ്. വിപിൻ, വിഷ്ണു, ഗുഡ് ഈവനിങ്. എന്താണ് പൂരനഗരിയിലെ ഈ രാത്രിയിലെ കാഴ്ച? എത്രത്തോളം ഒരുക്കങ്ങൾ പൂർത്തിയായി? എല്ലാ ഒരുക്കങ്ങളും തൃശ്ശൂർ പൂരത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് ഒരു 36 മണിക്കൂർ അത് ആവേശത്തിൻ്റെ വലിയ ഒരു ആഘോഷത്തിലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വർഷം പ്രതീക്ഷിച്ചിരുന്നത് ഒരു തൃശ്ശൂർ പൂരം അത് ഏറ്റവും കെങ്കേമമാക്കാം എന്നുള്ളതായിരുന്നു. അപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള മുണ്ടത്തിക്കോട് ദുരന്തമുണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മന്ദത ആദ്യ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും തൃശ്ശൂർ പൂരത്തെ അതിൻ്റെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്കത്തിലൊക്കെ നമുക്ക് ആ ഒരു മാനസിക പ്രയാസം, ആ ഒരു വിഷമം അത് പെട്ടെന്ന് മറക്കാനാവുന്നതല്ല. അതുകൊണ്ട് തന്നെയുള്ള ഒരു മന്ദത പൊതുവേ ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഈ റൗണ്ടിൽ കാണുന്നത് പോലെ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഈ തലേ ദിവസം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഈ പൂരവിളംബരം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ മുതൽ കാണുന്ന ഒരു തിരക്ക്, ആ ഒരു ഫ്ലോ അതിപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. നാളെ രാവിലെ കണിമംഗലം ശാസ്താവ് ആദ്യ ഘടകപൂരമായി ഈ വടക്കുനാഥ സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മേളപ്പെരുക്കങ്ങൾ, ആനകളോടാന എന്നുള്ള രീതി തന്നെയാണ്. നമുക്ക് എവിടെ നോക്കിയാലും അതുമാത്രം കാഴ്ചയാകുന്ന ഏറ്റവും സുന്ദര നിമിഷങ്ങൾ തന്നെയായിരിക്കും. പല മോശമവസ്ഥയിലൂടെ, പല മാനസിക പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിലും സ്നേഹത്തിൻ്റെയൊക്കെ സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ഒരാഘോഷമായിട്ട് എന്നും തലപ്പൊക്കത്തോടെ നിൽക്കുന്നതാണ് തൃശ്ശൂർ പൂരം. അതുകൊണ്ട് തന്നെ അത് ആഘോഷിക്കുക എന്നുള്ളത് പറയുമ്പോൾ മറ്റെല്ലാം മറന്നുകൊണ്ട് മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷം എന്നുള്ളത് കൂടി തൃശ്ശൂർ പൂരം അർത്ഥമാക്കുന്നു. അതാ ഓരോ ആഘോഷവും നമ്മൾ കാണുന്നുണ്ട് അല്ലേ വിഷ്ണു? എങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു തെക്കേ ഗോപുരനട തുറന്ന് എറണാകുളം ശിവകുമാർ എത്തുന്നു, ആ ഒരു ആവേശം നേരിട്ട് കണ്ടതാണ് വിഷ്ണു, എങ്ങനെയുണ്ട്? അതൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ്. പൂരത്തിലെ നെയ്തലക്കാവിൽ നിന്ന് രാവിലെ 8:15 കൂടിയാണ് നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ ഈ കാണുന്ന തെക്കേ ഗോപുര നടയിലേക്ക് എത്തുന്നത്. അതിനുശേഷം അവിടെ നിന്ന് കാത്തുനിന്ന ആളുകളെ, ഒരു വർഷമായി ഇത് അടച്ചിടും, ഈ വാതിൽ അടച്ചിടും. അതിനുശേഷം ഈ പൂര ആചാരത്തിൻ്റെ ഭാഗമായി തുറക്കുകയാണ്. ആ കാഴ്ചയാണ് ഒരുപക്ഷെ പൂരത്തിലെ ഏറ്റവും പ്രൈമായിട്ടുള്ള ഏറ്റവും രസകരമായ ഒരു കാഴ്ച. അത് തലപ്പൊക്കമുള്ള എറണാകുളം ശിവകുമാറിനെ പോലെ ഒരു ആന, അതിനെ കാണുന്നതിന് വേണ്ടി ഒരുപാട് പേർ, പൂരപ്രേമികളൊക്കെ എത്തി. അതോടുകൂടി ഔദ്യോഗികമായി പൂരത്തിന് തുടക്കമായി 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പൂരാഘോഷത്തിന് തുടക്കമാകുന്നു. എല്ലാം ഉണ്ട് പൂരത്തിന്. തൃശ്ശൂർ പൂരത്തിന് വാദ്യമുണ്ട്, അതോടൊപ്പം തന്നെ വർണ്ണക്കാഴ്ചകളുണ്ട്. വെടിക്കെട്ട് ഇത്തവണ ഇല്ല എന്നുള്ളതാണ് പൂരപ്രേമികളെ സംബന്ധിച്ച് നിരാശയുള്ളത്. പക്ഷെ അത് നമുക്കറിയാം, ആ സാഹചര്യം നമുക്ക് മനസ്സിലാകും. നാളെ ഈ സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്ര ആളുകൾ ഉണ്ടാകും. കണിമംഗലം ശാസ്താവ് രാവിലെ എത്തും, പിന്നാലെ കാലോട്ടുമുക്ക്, അതിനുശേഷം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തും. അങ്ങനെ വിപുലമായ ആഘോഷത്തിലേക്ക് തൃശ്ശൂർ പോവുകയാണ്. അതെ, തീർച്ചയായിട്ടും തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ തന്നെയാണ് നാളെ ആനയിലെ ഒരു ഛത്രപതി, അല്ലെങ്കിൽ ആനകളിലെ ഒരു രാജാവ് എന്ന് പറയുന്നത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ തന്നെയാണ്. അപ്പോൾ ചെമ്പുകാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് രാമൻ നാളെ അതിരാവിലെ തന്നെ അവിടെ നിന്ന് എത്തും. ആ ഒരു ആഘോഷമുണ്ട്. എങ്ങനെയുണ്ട് പൂരത്തിന്റെ ഒരു ആഘോഷമൊക്കെ? പൂരത്തിൽ ഞങ്ങൾക്ക് അഗാധമായി ദുഃഖമുണ്ട്. അതായത് ഞങ്ങളുടെ ആൾക്കാർ മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട്. പിന്നെ ഞങ്ങൾ തൃശ്ശൂർകാരനാണ്. ഞാൻ ഇതപ്പോ ഇങ്ങനെ പല കുടുംബങ്ങളും ഇതാ ഇപ്പൊ ഇവിടേക്ക് കൂട്ടത്തോടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇവരോട് നമുക്ക് ചോദിക്കാം. ചേട്ടാ, നിങ്ങളൊക്കെ എവിടുന്നാണ്? തൊഴുതു നല്ല വെറുതെ കഴിഞ്ഞു. 6 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ പൂരങ്ങാണ്ട് വരണം ദുബായിൽ നിന്ന്. പൂരത്തിന്റെ ഒരു സമയം നോക്കിയിട്ട് തന്നെ ഗൾഫിൽ നിന്ന് വന്നാണോ? അതെ, വന്നാണ്. അതിപ്പോ എന്താ ഈ വെടിക്കെട്ടും ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഉള്ള പൂരങ്ങൾ കണ്ടു പോവാ. ഓപ്ഷൻ നമ്മളെ സപ്പോർട്ടാണ് ഉള്ളത്. മനസ്സിൽ തൃപ്തിയോടെ കാണുക, എന്നിട്ട് പോവാ, തിരിച്ചു പോവാ. അത്ര തന്നെ സന്തോഷം, എല്ലാം കൊണ്ട് സന്തോഷം. ഭയങ്കര സംഭവം. ഞാൻ അവിടെ കയറുന്ന ദിവസമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്.
മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ വിഷമിച്ചു എല്ലാം സംഭവം ഉണ്ടായി. ഇനിയിപ്പോൾ ഉള്ള പൂരം കാണാൻ പോവാ. എല്ലാത്തിനും സപ്പോർട്ടാണ്, എല്ലാ ദേവസ്വത്തിനോടും എല്ലാത്തിനും സപ്പോർട്ടാണ്. ബാക്കിയുള്ള നമുക്ക് നോക്കാം. ഉണ്ണി യെസ്, ഈ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഉണ്ണിയുടെ വാക്കുകളിലുണ്ട് ഓരോ തൃശ്ശൂരിലെ പൂരപ്രേമിയുടെ, തൃശ്ശൂരിൻ്റെ മാത്രമല്ല പൊതുവെയുള്ള എല്ലാ പൂരപ്രേമികളുടെയും ആ ഒരു വിഷമം. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വിഷമം ഉണ്ടാവുന്നു, അതിൽ നിന്ന് കരകയറും. അപ്പോൾ ഇനി ഉള്ള പൂരം കാണുക, അത് സന്തോഷത്തോടെ അത് കൊണ്ടാടുക എന്നുള്ളതാണ് ആചാരപൂർവ്വമായിട്ടുള്ള എല്ലാ ആഘോഷങ്ങളും. അതായത് ഇലഞ്ഞിത്തറമേളമായാലും അല്ലെങ്കിൽ മടത്തിൽ വരവായാലും എല്ലാം തന്നെ അതിൻ്റെ മാറ്റു കുറയാതെ നാളെ നടക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. 15 മിനിറ്റ് മാത്രമായിരിക്കും നാളത്തെ ഈ ഒരു കുടമാറ്റ ചടങ്ങുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ ആളുകളുടെ ഒരു ഒഴുക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാണുന്ന പോലെ തന്നെ ആ തലേ ദിവസമുള്ള അത്രയും ഒഴുക്ക് അത് ഇപ്പോഴും ഈ പൂരനഗരിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ദിൽന ക്രിസ്റ്റീന. ശരി, പൂരനഗരിയിൽ നിന്ന് വിപിൻ സി വിജയനും വിഷ്ണുവുമാണ് ചേർന്നത്. കൊച്ചിയിൽ പുതിയ ക്യാമ്പസ് തുറന്ന ഇന്ത്യയിലെ മുൻനിര നൈപുണ്യ വികസന സ്ഥാപനമായ ആദി ഗ്രൂപ്പ് 60,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ ഒരുക്കുന്ന ഈ ക്യാമ്പസ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ AI അധിഷ്ഠിത സ്കിൽ ട്രെയിനിംഗ് സെന്ററുകളിലൊന്നാണ്. തിയറി പഠനത്തിനൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സ് പ്രായോഗിക പരിചയം ലഭിക്കാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലാബ് സൗകര്യങ്ങൾ, തൊഴിൽ മേഖലയിലെ ഓട്ടോമേഷൻ സാധ്യതകൾ മുൻകൂട്ടി കണ്ട് വ്യവസായ ലോകം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള അത്യാധുനിക സിലബസ്, മികച്ച എന്റർടൈൻമെന്റ് സോൺ, കലാ കായിക പരിശീലന കേന്ദ്രം, ഓഡിറ്റോറിയം, കൾച്ചറൽ സെന്റർ, ഓപ്പൺ ഗ്രൗണ്ട് എന്നിവയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. 12ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ക്യാമ്പസ് ആരംഭിച്ചത്. കൊച്ചി ക്യാമ്പസിലേക്കുള്ള പുതിയ ബാച്ചുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചതായും മാനേജ്മെന്റ് അറിയിച്ചു. ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് കേരള സൗന്ദര്യ മത്സരം മെയ് 22 മുതൽ 26 വരെ കൊച്ചിയിലെ മെറിഡിയൻ ഹോട്ടലിൽ നടക്കും. ക്വീൻ ഫ്രെയിം സ്റ്റുഡിയോസ് സംഘടിപ്പിക്കുന്ന മത്സരത്തിന്റെ ടൈറ്റിൽ സ്പോൺസർ ബീന കണ്ണൻ കൊച്ചൂറാണ്. ഗ്രാൻഡ് ഫിനാലെ ഉൾപ്പെടെ 6 ദിവസങ്ങളിലായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. മിസ് യൂണിവേഴ്സ് ഇന്ത്യ വേദിയിലേക്കുള്ള കേരളത്തിന്റെ ഔദ്യോഗിക എൻട്രിയാണ് ഈ മത്സരം. പ്രധാന നഗരങ്ങൾ, കോളേജുകൾ, ശ്രീമാട്ടി കൊച്ചി, കോട്ടയം ഷോറൂമുകൾ എന്നിവയിൽ നടക്കുന്ന ഓഡിഷനുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 24 മത്സരാർത്ഥികൾ വേദിയിൽ കിരീടത്തിനായി മാറ്റുരയ്ക്കും. 25-ന് കൊച്ചി ശ്രീമാട്ടിയിലെ ബീന കണ്ണൻ കൊച്ചൂരിൽ സെമി ഫൈനൽ അരങ്ങേറും. വിജയികൾ 26-ന് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ റാമ്പിലെത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.